വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനത്തെ കുറിച്ചാണ്. കുറച്ചധികം കാര്യങ്ങൾ തന്നെ പഠിക്കാണ്ട്, അപ്പൊ ക്ഷമയോടുകൂടി കേട്ടിരിക്കുക കേട്ടോ. ഇപ്പൊ നമ്മള് 10-20ഓളം സ്റ്റേറ്റുകളുടെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇടയിലായിട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകളും കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഭംഗിയായിട്ട് സ്റ്റേറ്റുകളുടെ ക്ലാസ്സും കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സും ഒക്കെ കേട്ട് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ക്ലാസ്സുകൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ ക്ലാസ്സിലേക്ക് കടന്നാലോ നമുക്ക്. മഹാരാഷ്ട്ര 1960 മെയ് മാസം 1-ാം തീയതിയാണ് മഹാരാഷ്ട്ര സംസ്ഥാനം നിലവിൽ വരുന്നത്. അപ്പൊ മഹാരാഷ്ട്ര 1960 മെയ് 1-ന് നിലവിൽ വന്നു. മഹാരാഷ്ട്രയുടെ തലസ്ഥാനം മുംബൈയാണ്. മഹാരാഷ്ട്രയുടെ തലസ്ഥാനം ഏതാണ്? മുംബൈയാണ്. മഹാരാഷ്ട്രയുടെ സെക്കൻഡ് ക്യാപിറ്റൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് നാഗ്പൂർ എന്നാണ്. അപ്പൊ മഹാരാഷ്ട്രയുടെ 2-ാം തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നത് നാഗ്പൂറിനെയാണ്. മഹാരാഷ്ട്രയുടെ തലസ്ഥാനം ചോദിക്കുമ്പോൾ മുംബൈയാണ് പറയാം. മഹാരാഷ്ട്രയുടെ ഹൈക്കോടതിയും ഇവിടെ തന്നെയാണ്, മുംബൈയിലാണ് കേട്ടോ. ഇനി അവരുടെ സംസ്ഥാന പുഷ്പം ഏതാന്ന് ചോദിച്ചാൽ ജരുൾ ആണ് സംസ്ഥാന പുഷ്പം. മഹാരാഷ്ട്രയുടെ ഒഫീഷ്യൽ ഫ്ലവർ അല്ലെങ്കിൽ സംസ്ഥാന പുഷ്പം, സ്റ്റേറ്റ് ഫ്ലവർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജരുൾ എന്ന് പറയുന്ന പുഷ്പമാണ്. സംസ്ഥാന പക്ഷി യെല്ലോ ഫൂട്ടഡ് ഗ്രീൻ പീജിയൻ ആണ്. യെല്ലോ ഫൂട്ടഡ് ഗ്രീൻ പീജിയൻ ആണ് മഹാരാഷ്ട്രയുടെ സംസ്ഥാന പക്ഷി. യെല്ലോ ഫൂട്ടഡ് ഗ്രീൻ പീജിയനും. സംസ്ഥാന മൃഗം ഇന്ത്യൻ ജെയിന്റ് സ്ക്വാറലുമാണ്. ഇന്ത്യൻ ജെയിന്റ് സ്ക്വാറലാണ് സംസ്ഥാന മൃഗം. മഹാരാഷ്ട്രയുടെ നൃത്തരൂപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാന നൃത്തരൂപം തമാശയാണ്. മഹാരാഷ്ട്രയിലെ പ്രധാന നൃത്തരൂപം ഏതാണ്? തമാശയാണ് നൃത്തരൂപം. ഇനി മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ആഘോഷം ഏതാണ്? ഗണേശ ചതുർത്ഥിയാണ്. മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ആഘോഷം ഏതാണ്? ഗണേശ ചതുർത്ഥിയാണ്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെ കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത് പൂനെ സിറ്റിയെയാണ്. മഹാരാഷ്ട്രയുടെ ഇക്കണോമിക് ക്യാപിറ്റൽ, ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് മുംബൈയാണ്. അപ്പൊ മഹാരാഷ്ട്രയുടെ സാമ്പത്തിക തലസ്ഥാനം, വ്യാവസായിക തലസ്ഥാനം മുംബൈയാണ്. മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനം ചോദിക്കണേച്ചിട്ടുണ്ടെങ്കിൽ ഏതാ നമ്മൾ പറയാ? പൂനെയാണ് പറയുക. ഇനി മഹാരാഷ്ട്രയില് നിയമനിർമ്മാണ സഭ എങ്ങനെയുള്ള നിയമനിർമ്മാണ സഭയാണ്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. മഹാരാഷ്ട്രയിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. ഇനി മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷ. അപ്പൊ വർഷ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് എന്ന് ഓർത്തു വെക്കണം. മഹാരാഷ്ട്ര അസംബ്ലിയുടെ കാലത്ത് മഹാരാഷ്ട്ര അസംബ്ലിയുടെ അതായത് അവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ശീതകാലത്തുള്ള സമ്മേളനം നടക്കുന്നത് നാഗ്പൂരിലെ വിധാൻ ഭവനിലാണ്. അപ്പൊ ശീതകാല സമ്മേളനം നടക്കുന്നത് നാഗ്പൂരിലെ വിധാൻ ഭവനിലാണെന്ന് ഓർത്തു വെക്കാം. ഇനി ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല വസതിയായ മഹാബലേശ്വർ സ്ഥിതി ചെയ്യുന്നതും മഹാരാഷ്ട്രയിലാണ്. ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല വസതിയായിരുന്ന മഹാബലേശ്വരും മഹാരാഷ്ട്രയിലാണ്. ഈ മഹാരാഷ്ട്രയെ നമ്മൾ ഇന്ത്യയുടെ പവർ ഹൗസ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുടെ പവർ ഹൗസ് എന്ന് വിശേഷിപ്പിക്കുന്നത് എവിടെയാണ്? ഏതിനെയാണ്? മഹാരാഷ്ട്രയാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തിനൊക്കെ ഔദ്യോഗിക ചിത്രശലഭം ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഇന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാനം ആദ്യമായിട്ട് ഔദ്യോഗിക ചിത്രശലഭത്തെ പ്രഖ്യാപിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. ആ മഹാരാഷ്ട്രയുടെ ഔദ്യോഗിക ചിത്രശലഭം ബ്ലൂ മോർമോൺ ആണ്. ഏതാണ്? ബ്ലൂ മോർമോൺ. ബ്ലൂ മോർമോൺ ആണ് മഹാരാഷ്ട്രയുടെ ഔദ്യോഗിക ചിത്രശലഭം. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാനം ഔദ്യോഗിക ചിത്രശലഭത്തെ പ്രഖ്യാപിക്കുന്ന മഹാരാഷ്ട്രയാണ്. ബ്ലൂ മോർമോൺ ആണ് എന്ന് ഓർത്തു വെക്കാം. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അൽഫോഴ്സ മാമ്പഴം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഹാരാഷ്ട്രയിലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ അൽഫോഴ്സ മാമ്പഴത്തിന്റെ പ്രൊഡക്ഷൻ നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. അതുപോലെ ഉള്ളി ഉൽപാദനം വളരെയധികം കൂടുതലുള്ള സംസ്ഥാനമാണ്. ഉള്ളി ഉൽപാദനത്തിന് പ്രധാനമായിട്ടുള്ള മഹാരാഷ്ട്രയിലെ സ്ഥലത്തെ ലസൽ ഗാൺ എന്ന് വിളിക്കുന്നു. അപ്പൊ ലസൽ ഗാൺ എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ ഉള്ളി ഉൽപാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആന്റിബയോട്ടിക് നിർമ്മാണത്തിന് പ്രസിദ്ധമായിട്ടുള്ള മഹാരാഷ്ട്രയിലെ
പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് പിംപിരി എന്ന് പറയുന്നത്. ഏതാണ്? പിംപിരി. ഇനി മഹാരാഷ്ട്രയുടെ പ്രത്യേകത നമ്മൾ പഠിക്കുകയാണ്. വ്യാവസായികമായി വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള സംസ്ഥാനമാണ്. ബുദ്ധമതക്കാരും പാഴ്സി മതക്കാരും ജൈന മതക്കാരൊക്കെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്താ പറയാ? മഹാരാഷ്ട്ര തന്നെയാണ് പറയേണ്ടത്. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു, ഇന്ത്യയുടെ പവർ ഹൗസ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു മഹാരാഷ്ട്രയില്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നഗരവാസികൾ കാണപ്പെടുന്ന സ്റ്റേറ്റും ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര തന്നെയാണ് നമ്മൾ പറയാ. അതുപോലെ സംസ്ഥാന അസംബ്ലി ഹാളിൽ മൊബൈൽ ഫോൺ നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. സംസ്ഥാന അസംബ്ലി ഹാളിൽ മൊബൈൽ ഫോൺ നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഡിജിറ്റലൈസ്ഡ് പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനവും ഏത് തന്നെയാണ്? മഹാരാഷ്ട്ര തന്നെയാണ്. ഇനി അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ ഡിജിറ്റൽ ബസ് സർവീസ് നിലവിൽ വന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ ഡിജിറ്റൽ ബസ് സർവീസ് നിലവിൽ വന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ആധാർ കാർഡ് ബാങ്കിലൂടെ ബന്ധിപ്പിച്ച് സാലറി നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് തന്നെയാണ്? മഹാരാഷ്ട്രയാണ്. അപ്പൊ ആധാറും ബാങ്ക് എന്താണ് പാസ്ബുക്ക് തമ്മിൽ ലിങ്ക് ചെയ്തിട്ട് ആദ്യമായിട്ട് ജോലിക്കാർക്ക് സാലറി കൊടുത്തു തുടങ്ങിയത് ഏത് സംസ്ഥാനമാണ്? മഹാരാഷ്ട്രയാണ്. സ്വന്തമായി വൈൽഡ് ലൈഫ് പ്ലാൻ കൊണ്ടുവന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതെന്നെ പറയണം? മഹാരാഷ്ട്ര തന്നെയാണ് പറയേണ്ടത്. ഇനി മഹാരാഷ്ട്രയിലെ മുംബൈയാണ് മഹാരാഷ്ട്രയുടെ തലസ്ഥാനം, വ്യാവസായിക തലസ്ഥാനം, സാമ്പത്തിക തലസ്ഥാനം എന്നൊക്കെ വിളിച്ചു. ഇന്ത്യയുടെ കവാടം എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് മുംബൈ. 7 ദ്വീപുകളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് മുംബൈ. വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയുടെ കവാടം. 7 ദ്വീപുകളുടെ നഗരം. PSCക്ക് ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ് അത്. മുംബൈ ആണ് കേട്ടോ. അതുപോലെ തന്നെ മുംബൈയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വിമാനത്താവളമാണ് ഛത്രപതി ശിവജി മഹാരാജ ഇന്റർനാഷണൽ എയർപോർട്ട്. ഛത്രപതി ശിവജി മഹാരാജ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അതുപോലെ തന്നെ INS കുഞ്ഞാലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നാവിക പരിശീലന കേന്ദ്രമാണ്. അപ്പൊ INS കുഞ്ഞാലിയും എവിടെ തന്നെയാണ്? ഈ മുംബൈയിൽ തന്നെയാണ് കാണപ്പെടുന്നത്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് AC ഡബിൾ ഡക്കർ ബസ് നിലവിൽ വന്ന നഗരം. അപ്പൊ AC ആണ്, ഇലക്ട്രിക് ആണ്, ഡബിൾ ഡക്കർ ആണ്. ബസ്സിന്റെ പ്രത്യേകതയാണ് AC ബസ്, ഇലക്ട്രിക്കൽ ബസ്, ഡബിൾ ഡക്കർ ബസ്. ആദ്യം വന്നത് എവിടെയാണ്? നമ്മുടെ മുംബൈയിലാണ് എന്ന് ഓർത്തു വെക്കുക. മുംബൈയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഗുഹകളാണ് കാൻഹേരി ഗുഹകൾ. കാൻഹേരി ഗുഹകൾ കാണപ്പെടുന്നത് മുംബൈയിലാണ്. അതുപോലെ തന്നെ ഒരു മ്യൂസിയം ഉണ്ട്, മണിഭവൻ ഗാന്ധി മ്യൂസിയം. മണിഭവൻ ഗാന്ധി മ്യൂസിയവും ഈ മുംബൈയിലാണ്. ഇനി മുംബൈയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്റ്റേഡിയത്തിന്റെ പേര് ഓർക്കണം, വാങ്കഡെ ക്രിക്കറ്റ് സ്റ്റേഡിയം. ഏതാണ്? വാങ്കഡെ ക്രിക്കറ്റ് സ്റ്റേഡിയം. ഇത് നമ്മൾ അടുത്തത് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. എന്നാലും ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവാം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാ? മുംബൈയിലാണ്. പ്രസിദ്ധമായിട്ടുള്ള ധാരാവി ചേരി കാണപ്പെടുന്നതും എവിടെ തന്നെയാ? മുംബൈയിൽ തന്നെയാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് കുറേയധികം കാര്യങ്ങള് ആദ്യം ആരംഭിച്ചത് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അതെവിടെയാണ്? മുംബൈയിലാണ്. ഇപ്പൊ നമ്മൾ പഠിച്ചു തുടങ്ങാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ പാത വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത 1853 മുംബൈ ടു താനെ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മോണോ റെയിൽ നിലവിൽ വന്നതും മുംബൈയിലാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ നിലവിൽ വന്നു മുംബൈയില്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മോണോ റെയിൽ നിലവിൽ വന്നു മുംബൈയില്. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഓടിയതും മുംബൈയിലാണ്. അപ്പൊ ട്രെയിനൊക്കെ നമ്മള് ട്രാൻസ്പോർട്ട് പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് പഠിക്കും. അപ്പൊ ഞാൻ ഇവിടെ വെറുതെ ചുരുക്കി പറയുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സിനിമാ പ്രദർശനം നടന്നത് മുംബൈയിലാണ്, വാട്സൺ ഹോട്ടലിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നതും മുംബൈയിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ വേദിയും മുംബൈ തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി മുംബൈയിലാണ്. മുംബൈ മ്യൂച്വൽ ലൈഫ് ഇൻഷുറൻസ് സൊസൈറ്റിയാണ് ഇന്ത്യയിൽ ആദ്യത്തെ എന്താണ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി. മുംബൈ അല്ലെങ്കിൽ ബോംബെ, പണ്ട് ബോംബെ ആയിരുന്നല്ലോ, ബോംബെ മ്യൂച്വൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM സ്ഥാപിച്ച നഗരം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുംബൈ നഗരമാണ്. ഇന്ത്യയിൽ ആദ്യമായി ISD നിലവിൽ വന്ന നഗരവും മുംബൈ നഗരമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ISD നിലവിൽ വന്ന നഗരം.
ഇന്ത്യയിൽ ആദ്യമായിട്ട് ISD നിലവിൽ വന്ന നഗരം. ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായതും ബോംബെയിലാണ്. 1875 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ് അതിന്റെ പേര്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ബയോഗ്യാസ് പവേർഡ് ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ നിലവിൽ വന്നത് ഏത് നഗരത്തിലാണ്? മുംബൈ നഗരത്തിലാണ് എന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. ഇനി മുംബൈയുടെ അടുത്ത പ്രത്യേകത എന്താ? മുംബൈയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറെ കുറെ കാര്യങ്ങൾ. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ തുറമുഖവും മുംബൈ തുറമുഖമാണ്. ജവഹർലാൽ നെഹ്റു പോർട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കമല നെഹ്റു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലെ മലബാർ ഹില്ലിലാണ്. കമല നെഹ്റു പാർക്ക് സ്ഥിതി ചെയ്യുന്നു. ഇനി ഛത്രപതി ശിവജി ഇന്റർനാഷണൽ എയർപോർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. അതുപോലെ തന്നെ രാജാബായ് ടവർ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. അപ്പൊ മുംബൈ എന്ന് നമ്മൾ പറയുന്നുണ്ട്. പണ്ടൊക്കെ ബോംബെ എന്നാ പറഞ്ഞിരുന്നത് അല്ലെ. 1995 ആണ് അത്രേ ഈ ബോംബെ എന്തായി മാറിയത്? മുംബൈ ആയി മാറിയത്. ഇനി മുംബൈയിലാണ് മഹാരാഷ്ട്രയുടെ ഹൈക്കോടതി എന്ന് പറഞ്ഞില്ലേ. മഹാരാഷ്ട്രയുടെ ഹൈക്കോടതി മാത്രമല്ല, ഗോവ, ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി, അതിനൊക്കെ ഇതൊക്കെ മുംബൈ ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളാണ് എന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്തത് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് ഏതാന്ന് ചോദിച്ചാൽ മുംബൈയിലെ സാൽസെറ്റ് ദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ ദ്വീപ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു മുംബൈയില് മലബാർ ഹില്ലിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ട്. മുംബൈയിലെ മലബാർ ഹിൽസ് എവിടെയാന്ന് ചോദിച്ചു, മുംബൈയിലാണ്. അപ്പൊ മുംബൈയിലെ മലബാർ ഹിൽസിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗാർഡൻ ആണ് ഈ ഹാങ്ങിങ് ഗാർഡൻ. ഈ ഹാങ്ങിങ് ഗാർഡൻ ഇപ്പൊ ഹാങ്ങിങ് ഗാർഡൻ എന്നുള്ള പേരിലല്ല, വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത്, ഫിറോസ് ഷാ മേത്ത ഗാർഡൻ. അപ്പൊ ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറഞ്ഞാലും ഫിറോസ് ഷാ മേത്ത ഗാർഡൻ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണെന്ന് ഓർത്തു വയ്ക്കണം. ഇനി മുംബൈയിൽ കുറേയധികം സ്ഥാപനങ്ങളുടെ ആസ്ഥാനങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI, അതുപോലെ സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ സെൻട്രൽ റെയിൽവേ, അങ്ങനെ കുറേയധികം സ്ഥാപനങ്ങളുടെ ആസ്ഥാനം മുംബൈയിലാണ്. ഇതൊന്നും കൂടാതെ ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ, ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ, ഇന്ത്യൻ അണുശക്തി വകുപ്പ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ഇതിന്റെയൊക്കെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, ഇതിന്റെയൊക്കെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാ പറയേണ്ടത്? മുംബൈ ആണ് പറയേണ്ടത് കേട്ടോ. ഇനി അതുപോലെ തന്നെ പിന്നെ ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അതൊക്കെ നമ്മൾ ഇക്കണോമിക്സ് പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. 1875 നിലവിൽ വന്നു. അത് ദലാൽ എന്താ പറയുന്നത്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ദലാൽ സ്ട്രീറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ നമ്മളത് പഠിക്കും. അത് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇവിടെ പഠിക്കണില്ല. ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈ ആണെന്ന് ഓർത്തു വയ്ക്കാം. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വിമാനത്താവളത്തിന്റെ പേരും കൂടി ഓർത്തു വെക്കുക, ഷിർദി വിമാനത്താവളം. ചോദിച്ചാലോ ഷിർദി വിമാനത്താവളം ഏത് സ്റ്റേറ്റിലാന്ന് ചോദിച്ചാലോ നമുക്കറിയണ്ടേ. അതിനു വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നാസിക് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള മുംബൈ മഹാരാഷ്ട്രയിലെ ഒരു നഗരത്തെ കുറിച്ച് പഠിക്കാം. ഇന്ത്യയുടെ മുന്തിരി നഗരം എന്നാണ് നാസിക്കിനെ വിളിക്കുന്നത്. ഇന്ത്യയുടെ മുന്തിരി നഗരമാണ്, അല്ലെങ്കിൽ വൈൻ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ വിളിക്കുന്നത് നാസിക്കിനെയാണ്. നാഷണൽ സെക്യൂരിറ്റി പ്രസിന്റെ ആസ്ഥാനം ഈ നാസിക്കിലാണ്. നാഷണൽ സെക്യൂരിറ്റി പ്രസ്, നോട്ട് പ്രിന്റിംഗ് പ്രസ്, നാഷണൽ സെക്യൂരിറ്റി പ്രസ്, നോട്ട് പ്രിന്റിംഗ് പ്രസ് രണ്ടും നാസിക്കിലാണ്. അതുപോലെ തന്നെ കുംഭമേള നടക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഈ നാസിക്കിൽ തന്നെയാണ് അല്ലെ. അതുപോലെ തന്നെ നാസിക് ഏത് നദിയുടെ തീരത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഗോദാവരി നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് നാസിക് എന്ന് പറയും. ഏത് നദീ തീരത്താണ്? ഗോദാവരി നദിയുടെ തീരത്താണ്. ഇനി അടുത്തത് മുംബൈയിലെ പ്രധാനപ്പെട്ട മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട കുറച്ച് ദേശീയ ഉദ്യാനങ്ങളുടെ പേര് പഠിച്ചു വെച്ചേ. ചാന്ദോലി ദേശീയ ഉദ്യാനം, ചാന്ദോലി. ഗുഖാമൽ ദേശീയ ഉദ്യാനം, സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക്. പ്രധാനപ്പെട്ടത് സഞ്ജയ് ഗാന്ധിയാണ്, പലപ്പോഴും ചോദിച്ചത്. അതുപോലെ തന്നെ മേൽഘട്ട് എന്ന് പറയുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറി, രത്നഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറി, പെയിൻഗംഗ വൈൽഡ് ലൈഫ് സാങ്ച്വറി,
ബോർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഈ ബോർ വൈൽഡ് ലൈഫ് സാങ്ച്വറി പറയുമ്പോ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കുക, ബോർ ഒരു ടൈഗർ റിസർവും കൂടിയാണ്. ക്ലിയർ ആയോ? അപ്പൊ ബോർ ടൈഗർ റിസർവ് അല്ലെങ്കിൽ ബോർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, രത്നഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറി, പെയിൻഗംഗ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബേൽഘട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ദേശീയ ഉദ്യാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സഞ്ജയ് ഗാന്ധി ദേശീയ ഉദ്യാനം. ഇതൊക്കെ എവിടെയാ കാണപ്പെടുന്നത്? മഹാരാഷ്ട്രയിലാണ്. ഇത് ഓർത്തു വെക്കുക കേട്ടോ. ഇനി മഹാരാഷ്ട്ര സർക്കാർ ഒരു മൊബൈൽ ആപ്പ് ആരംഭിച്ചു. അതെന്താണെന്ന് പറയുന്നത്? ചെടികളുടെ വളർച്ചയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്പാണ്. ആ മൊബൈൽ ആപ്പിന്റെ പേര് മൈ പ്ലാന്റ് എന്നാണ്. അപ്പൊ ചെടികളുടെ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൊബൈൽ ആപ്പ് മഹാരാഷ്ട്ര സർക്കാർ ഇറക്കി. ആ മൊബൈൽ ആപ്പിന്റെ പേര് എന്താണ്? മൈ പ്ലാന്റ് എന്നാണ് കേട്ടോ. ഇനി നമ്മുടെ നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ ഒരു ഇന്റർനാഷണൽ സ്കൂൾ ആരംഭിക്കാൻ പോവുക അത്ര എവിടെ? മഹാരാഷ്ട്രയിൽ. അപ്പൊ അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ ഇന്റർനാഷണൽ സ്കൂൾ ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു CNG പ്ലാന്റ് എവിടെയാ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു CNG പ്ലാന്റ് പൂനെയിലാണ്. രാജീവ് ഗാന്ധിയുടെ പേരിൽ സയൻസ് ഇന്നോവേഷൻ സിറ്റി എവിടെയാ വരണേ? മഹാരാഷ്ട്രയിലാണ്. രാജീവ് ഗാന്ധിയുടെ പേരിൽ സയൻസ് ഇന്നോവേഷൻ സിറ്റി. അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെ പേരിൽ IT പുരസ്കാരം കൊടുത്തതും, IT-ക്ക് വളരെയധികം എന്താ പറയുന്നത്, ഒരു പ്രചാരം ഇന്ത്യയിൽ വന്നത്, അതിന്റെ ഡെവലപ്മെന്റിന് കാരണമായിട്ടുള്ളത് നമ്മുടെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണെന്നൊക്കെ നമ്മൾ പഠിക്കും. അല്ലെങ്കിൽ നമ്മൾ അത് ഓൾറെഡി നമ്മുടെ പഞ്ചവത്സര പദ്ധതികളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള IT പുരസ്കാരം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് പാസ്സാക്കിയ ഇന്റേണൽ സെക്യൂരിറ്റി അതിന്റെ ഉള്ളിൽ, അതായത് ആ സംസ്ഥാനത്തിന്റെ ഉള്ളിലുള്ള സെക്യൂരിറ്റി ആക്ട്, ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പേര് പറയണം? മഹാരാഷ്ട്ര പറയണം കേട്ടോ. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രിമിനൽ ട്രാക്കിംഗ് സിസ്റ്റം, ഇന്ത്യയിൽ ആദ്യമായി ക്രിമിനൽ ട്രാക്കിംഗ് സിസ്റ്റം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഇനി സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, മഹാരാഷ്ട്ര സർക്കാർ ഒരു സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ടുവരികയാണ്. കൗസല്യ സേതു എന്നാണ് അതിന്റെ പേര്. കൗസല്യ സേതു. എന്താണ് ഈ സംഭവം? മഹാരാഷ്ട്ര ഗവൺമെന്റ് വിദ്യാർത്ഥികൾക്ക് ആരംഭിച്ച ഒരു സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്. അപ്പൊ മഹാരാഷ്ട്ര ഗവൺമെന്റ് വിദ്യാർത്ഥികൾക്ക് കൊണ്ടുവന്ന ഒരു സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഏതാണെന്ന് പറഞ്ഞത്? കൗശല്യ സേതു. നേരത്തെ ചെടികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്പ് ഏതാന്ന് പറഞ്ഞു? മൈ പ്ലാന്റ് എന്ന് പറഞ്ഞു കേട്ടോ. ഏതാണ്? മൈ പ്ലാന്റ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ വേദിയായത് എവിടെയാണെന്ന് ചോദിച്ചാൽ മുംബൈയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ വേദിയായത് എവിടെയാണ്? മുംബൈയിലാണ്. ഇനി അടുത്തത് മഹാരാഷ്ട്രയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നഗരമാണ് നാഗ്പൂർ. നാഗ്പൂരിനെ നമ്മൾ ഓറഞ്ച് നഗരം എന്ന് വിശേഷിപ്പിക്കുന്നു. എന്താണ്? ഓറഞ്ച് നഗരം. അതുപോലെ തന്നെ ലോകത്തിന്റെ കടുവ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നതും നാഗ്പൂരിനെ തന്നെയാണ്. അതായത് നിരവധി കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് റോഡ് മാർഗം വേഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് നാഗ്പൂരിലൂടെയാണ്. അതുകൊണ്ടാണ് നാഗ്പൂരിനെ ലോകത്തിന്റെ കടുവ തലസ്ഥാനം എന്നുകൂടി വിശേഷിപ്പിക്കുന്നത് കേട്ടോ. അതുപോലെ സീറോ മൈൽ സ്റ്റോൺ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നാഗ്പൂർ ാണെന്ന് പറയും. സീറോ മൈൽ സ്റ്റോൺ. ഇനി നമ്മുടെ BR അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അനുയായികളോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ചത് ദീക്ഷഭൂമി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ദളിത് ബുദ്ധമത വിശ്വാസികൾ അവരുടെ പ്രധാനപ്പെട്ട സെന്റർ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദീക്ഷഭൂമി എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ ബാബ സാഹിബ് അംബേദ്കറിന്റെ പേരിൽ ഒരു എയർപോർട്ടും എവിടെ ഉണ്ട്? നാഗ്പൂരിലുണ്ട് എന്ന് ഓർത്തു വയ്ക്കാം. നാഗ്പൂരിൽ തന്നെയാണ് RSS ഒക്കെ ഇല്ലേ? അതിന്റെ ആസ്ഥാനം. അപ്പൊ ആസ്ഥാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ ബ്യൂറോ ഓഫ് മൈൻസ്, നാഷണൽ അക്കാദമി ഓഫ് ഡയറക്ട് ടാക്സ്, ഇന്ത്യൻ ബ്യൂറോ ഓഫ് മൈൻസ്, നാഷണൽ റിസർച്ച് സെന്റർ ഫോർ സിട്രസ്, നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് സെൻട്രൽ കേന്ദ്രത്തിലുള്ള പരുത്തി ഗവേഷണ കേന്ദ്രം. ഇതൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നാഗ്പൂരിലാണ് എന്നും കൂടി നിങ്ങൾ ഓർത്തു വെക്കണം. വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് ഏത്? നാഗ്പൂർ കേട്ടോ.
ഇനി അടുത്തത് മഹാരാഷ്ട്രയിലെ പ്രസിദ്ധമായിട്ടുള്ള വേറൊരു നഗരമാണ് പൂനെ. ഡക്കാന്റെ റാണി എന്നറിയപ്പെടുന്നത് പൂനെയാണ്. കിഴക്കിന്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത് പൂനെയാണ്. ഡക്കാന്റെ റാണി എന്നും കിഴക്കിന്റെ ഓക്സ്ഫോർഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പൂനെയിലാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി കാണപ്പെടുന്നു. സീഡാക്കിന്റെ ആസ്ഥാനം കാണപ്പെടുന്നു പൂനെയില്. ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോ പൂനെയിലാണ്. ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോ. അതുപോലെ തന്നെ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് പൂനെയിലാണ്. ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്. നെക്സ്റ്റ് വൺ നാഷണൽ എയ്ഡ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ എയ്ഡ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെയിലാണ്. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പൂനെയിലാണ്. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പൂനെയിലാണ്. നാഷണൽ സെന്റർ ഫോർ സെൽ സയൻസ് പൂനെയിലാണ്. നാഷണൽ സെന്റർ ഫോർ സെൽ സയൻസ്. അപ്പൊ നാഷണൽ സെന്റർ ഫോർ സെൽ സയൻസ്, ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്, ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോ, സീഡാക്, നാഷണൽ എയ്ഡ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, ഇതൊക്കെ എവിടെ കാണപ്പെടുന്നു? പൂനെയിലാണ്. നാഷണൽ ഡിഫൻസ് അക്കാദമി പൂനെയിൽ തന്നെയാണ്. പക്ഷെ പ്രത്യേകം സ്ഥലം എടുത്തു പറയും, ഖടക് വാസൽ, അതും കൂടി പറയും കേട്ടോ. ഇനി ഖരമാലിന്യത്തിൽ നിന്ന് ഖരമാലിന്യം നമുക്കറിയാം. ആ ഖരമാലിന്യത്തില് ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കാനുള്ള രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് എവിടെയാ വന്നേക്കണ? പൂനെയിലാണ്. അപ്പോ രാജ്യത്ത് ആദ്യമായിട്ട് ഖരമാലിന്യത്തിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കുന്ന പ്ലാന്റ് നിലവിൽ വന്നതും എവിടെയാണ്? പൂനെയിലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി ആയ ശ്രീമതി നാദിബായി ദാമോദർ താക്കറെ വുമൺസ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം പൂനെയിലാണ്. ശ്രീമതി നാദിബായി ദാമോദർ താക്കറെ വുമൺസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂനെയിലാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയാണ്. അതുപോലെ തന്നെ നാഷണൽ ഫിലിം ആർക്കൈവ്സ് പൂനെയിലുണ്ട്. നാഷണൽ ഫിലിം ആർക്കൈവ്സ്, നേരത്തെ പറഞ്ഞു ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഉണ്ട് അല്ലെ പൂനെയില്. അതുപോലെ തന്നെ നാഷണൽ ഫിലിം ആർക്കൈവ്സും എവിടെയുണ്ട്? പൂനെയിലുണ്ട്. ഇത് നമുക്ക് അറിയുന്നതാണ്. ഗാന്ധിജി പഠിച്ചപ്പോ നമ്മൾ പഠിച്ചിട്ടുള്ള യർവാദ ജയില്, ആഗാഖാൻ കൊട്ടാരം അല്ലെ, അതൊക്കെ പൂനെയിലാണെന്ന് ഓർത്തു വെക്കുക. അതൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പറഞ്ഞിട്ടുള്ള, അതുകൊണ്ട് ഇവിടെ ഞാൻ വീണ്ടും പറയുന്നില്ല. ഇനി ഇന്ത്യയില് പ്രഥമ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാ? മഹാരാഷ്ട്രയില്. അതുപോലെ തന്നെ ഛത്രപതി ശിവജിയുടെ 210 മീറ്റർ ഉയരത്തിലുള്ള പ്രതിമ നിർമ്മിക്കുന്നതും എവിടെ തന്നെയാണ്? നമ്മുടെ മഹാരാഷ്ട്രയിൽ തന്നെയാണ്. മഹാരാഷ്ട്രയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഔറംഗാബാദ്. അവിടെയാണ് അജന്ത എലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. അജന്ത എല്ലോറ ഗുഹകൾ. അതുപോലെ റായ്ഗഡ് കോട്ട, നമ്മുടെ ഛത്രപതി ശിവജിയുടെ ഭരണ തലസ്ഥാനമായിട്ടുള്ള റായ്ഗഡ് കോട്ടയും ഒക്കെ മഹാരാഷ്ട്രയിലാണ് എന്ന് ഓർത്തു വെക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞു പെൻസിലിൻ ഫാക്ടറി, അതായത് ആന്റിബയോട്ടിക് നിർമ്മാണത്തിന് പ്രശസ്തമായിട്ടുള്ള സ്ഥലം പിംപ്രിയാണ്. ആ പിംപ്രിയിൽ തന്നെയാണ് പെൻസിലിൻ ഫാക്ടറി. പിംപ്രിയിലാണ് പെൻസിലിൻ ഫാക്ടറിയും സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യയിൽ ആദ്യത്തെ ആധാർ വില്ലേജ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേംബാളി. അത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് എന്ന് ഓർത്തു വയ്ക്കാം. അതുപോലെ മഹാരാഷ്ട്രയില് രത്നഗിരി എന്ന് പറയുന്ന ജില്ലയില് ഒരു പുതിയ ആണവ നിലയം നമ്മൾ ആരംഭിക്കുകയാണ്. ആ ആണവ നിലയം ആരുടെ സഹായത്തോടുകൂടി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫ്രാൻസിന്റെ സഹായത്തോടെയാണ്. ആരുടെ സഹായത്തോടെയാണ്? ഫ്രാൻസിന്റെ സഹായത്തോടെ. ഇനി ഇത് കൂടാതെ പരുത്തി വ്യവസായത്തിന് വളരെ പേരുകെട്ട മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലം കൂടിയാണ് ഷോളാപൂർ എന്ന് ഓർത്തുകൊണ്ട്. പരുത്തി വ്യവസായത്തിന് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഷോളാപൂർ. ഏതാണ് പരുത്തി വ്യവസായത്തിന് പ്രധാനപ്പെട്ട സ്ഥലം? ഷോളാപൂർ. ഇനി അടുത്തത് മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാരാഷ്ട്ര സിംഹം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാണ്? ബാലഗംഗാധര തിലകൻ. ബോംബെ സിംഹം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാണ്? ഫിറോസ് ഷാ മേത്ത. അതുപോലെ ഛത്രപതി ശിവജി, നമ്മുടെ ബാബ ആംതെ, വിനോബ ഭാവെ, സച്ചിൻ ടെണ്ടുൽക്കർ, ബാലഗംഗാധര തിലകൻ, ഇവരൊക്കെ തന്നെ വളരെ പ്രശസ്തരായിട്ടുള്ള
എവിടുത്തെ ആൾക്കാരാണ്? മഹാരാഷ്ട്രയിലെ വ്യക്തികളാണ് എന്ന് നമ്മൾ ഓർത്തു വെക്കണം. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും മഹാരാഷ്ട്രയില് നമ്മള് പഠിക്കാനുള്ളത്. ഇനി മഹാരാഷ്ട്രയിലെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്റെ ഓർമ്മ, വന്യജീവി സങ്കേതങ്ങള് രത്നഗിരി, ബോറ്, മേൽഘട്ട്, പെയിൻഗംഗ. അതിൽ ബോറ് നമ്മൾ ടൈഗർ റിസർവ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മഹാരാഷ്ട്രയില് വേറെ ഒന്ന് രണ്ട് ടൈഗർ റിസർവ് കൂടി ഉണ്ട്. ഒന്നിന്റെ പേര് തഡോബ. ഏതാണ്? തഡോബ. അടുത്ത് സഹ്യാദ്രി, അടുത്ത മേൽഘട്ട്. അപ്പൊ മേൽഘട്ടും ഒരു എന്താണ്, എന്താന്ന് ഓർത്ത് വെക്കുക, ടൈഗർ റിസർവ് ആണ് മേൽഘട്ട്, ബോറ്, തഡോബ, സഹ്യാദ്രി. അതുപോലെ കൃഷ്ണ, ഗോദാവരി, നർമ്മദ തുടങ്ങിയവ മഹാരാഷ്ട്രയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ്. കൃഷ്ണ, ഗോദാവരി, നർമ്മദ തുടങ്ങിയവ. ഇത്രയാണ് മഹാരാഷ്ട്രയെ കുറിച്ച് പഠിക്കാനുള്ളത്. കുറച്ചധികം തന്നെ പഠിക്കാനുണ്ട്. നമ്മൾ പറഞ്ഞു ഇനി പഠിക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളൊക്കെ കുറച്ചധികം ഫാക്ട്സ് ഉള്ളതാണ്. പക്ഷെ നമുക്ക് പഠിക്കാതെ നിവൃത്തിയില്ല. അപ്പൊ ശ്രദ്ധിച്ച് പഠിച്ച് ഭംഗിയായിട്ട് പരീക്ഷ എഴുതാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.